ചില വ്യക്തികളെ നമ്മളെ എത്രയെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാലും നമ്മളെങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അവർക്ക് നമ്മളെ തോൽപ്പിക്കണമെന്നല്ല, പണ്ടേ അവർ തോറ്റുപോയ ആൾക്കാരാണ്. നമ്മളൊന്ന് നശിച്ച് കാണണമെന്ന് പറഞ്ഞ് അവരൊരു പ്രോമിസ് എടുത്തിരിക്കുക. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇട്ടതല്ല. ഒരു 2-3 ദിവസമായി ഞാൻ ജിമ്മിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു അൺനാച്ചുറൽ സിറ്റുവേഷൻ ഇവിടെ സംഭവിച്ചു ഞങ്ങളുടെ ഫാമിലിക്കകത്ത്. ഇതെന്താണെന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ CCTV ക്യാമറ എടുത്തപ്പം എനിക്കൊന്നും കൂടെ ബോധ്യമായി. ഈ വ്യക്തിയും പുള്ളിയുടെ ലൈഫ് പാർട്ട്ണറും കൂടെ ചേർന്ന് നമ്മളെങ്ങനെയെങ്കിലും ഒന്ന് തോൽപ്പിച്ചോ നശിപ്പിച്ച് കാണണമെന്ന് തന്നെ അവർ ആ ഒരു പ്രോമിസ് എടുത്തുകൊണ്ട് തന്നെയാണ് ആ കാര്യം ചെയ്തത്. നമുക്കെതിരെ വെടിയുണ്ട ഉയർത്തുന്നതിന് മുമ്പിൽ ചെന്നിട്ട് വെക്കടാ വെടി എന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ഉണ്ട എവിടെ കയറി ഇറങ്ങി വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളൊരു പച്ചയായ മനുഷ്യനാണ്. നമ്മൾ ഈ മഹാഭാരതത്തിലെ ഭീഷ്മരോ കർണനൊന്നുമല്ല ചാവാതിരിക്കുക. കഴിയുന്നതും ആ വെടിയുണ്ട നമ്മൾ ഏൽക്കാതെ മാറിപ്പോവുക. തിരിച്ച് കുറേ കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടിക്കാണും. പക്ഷേ ഈ വെടിയുണ്ട നമുക്കെതിരെ ഉയർത്തുന്നവൻ്റെ കയ്യിൽ ഉണ്ടയും കാണത്തില്ല, തോക്കും കാണത്തില്ല, വെറും പോകം മാത്രമേ കാണും. കാര്യം അവൻ്റെ ജീവിതം മൊത്തം നമ്മൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഞാൻ ഈ വീഡിയോ ശരിക്കും വേണ്ട എന്ന് പറഞ്ഞു തന്നെ ആ പുള്ളിയെ ഉദ്ദേശിച്ച് തന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇനി പുള്ളി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട്, CCTV ക്യാമറയുടെ ഫുട്ടേജ് ഉണ്ട്. അത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പബ്ലിസിറ്റി ചെയ്യും. എനിക്ക് നിന്നെ നേരിട്ട് കായികമായിട്ട് നിന്നെ നേരിടാൻ പറ്റാത്ത കൊണ്ടല്ല, എനിക്ക് വെറുതെ നിൻ്റെ അടുത്ത് പ്രശ്നത്തിനൊന്നും വരണ്ട. നീ നിൻ്റെ കാര്യം നോക്കി നിൽക്കുക. 6 കൊല്ലമായി ഈ വ്യക്തി എന്നെ വേട്ടയാടാൻ തുടങ്ങിയിട്ട്. ഈ 6 കൊല്ലവും എനിക്ക് നല്ലതല്ല ചീത്തത് സംഭവിച്ചിട്ടില്ല. ഓരോ പ്രാവശ്യവും പുള്ളി എന്നെ ഓരോ രീതിയിലും എന്നെ ബ്ലോക്ക് ചെയ്യാനും എന്നെ ഹേർട്ട് ചെയ്യാനും എന്നെ നശിപ്പിക്കാൻ നോക്കും തോറും പുള്ളിക്ക് അത് തിരിച്ചടിക്കുന്നുള്ളതാ. ഞാൻ എൻ്റെ കഴിവാണെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. നന്മ ചെയ്താൽ തീർച്ചയായിട്ടും നന്മയെ തിരിച്ചു വരും. നീ മറ്റവരെ ദ്രോഹിക്കാനായിട്ട് നിന്നാൽ നീ നശിച്ചു കൊടുത്തുള്ളൂ മോനെ. വെറുതെ ഇതിനൊന്നും കൂട്ടി നിൽക്കല്ലേ. ആരെങ്കിലും പറഞ്ഞിട്ട് എടുത്ത് ചാടാതെ നല്ലത് മാത്രം ചിന്തിച്ചിട്ട് പോവുക. പഴയ ടോം ആൻഡ് ജെറി കാർട്ടൂൺ നമ്മൾ കണ്ടിട്ടില്ലേ? പക്ഷെ ടോമിൻ്റെ ഉദ്ദേശം എന്തുവാ? ആഹാരമൊന്നും ആർക്കും കൊടുക്കരുത്, ജെറിയെ എങ്ങനെയെങ്കിലും വേട്ടയാടുക. അവസാനം വിജയിക്കുന്നവരാ ജെറി തന്നെയായി. അതുകൊണ്ട് ഈ കാർട്ടൂണൊക്കെ കണ്ടെങ്കിലും നിൻ്റെ മനസ്സ് മാറട്ടെ. ഇതൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ വിരളത്തൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ഇപ്പോഴെങ്കിലും നീ നല്ലവനായിട്ട് മാറാൻ പറ്റുമെങ്കിൽ നീ മാറുക. ദൈവം എല്ലാവർക്കും ഒരു അവസരങ്ങൾ കൊടുക്കും. ആ വയ്ക്കുന്ന ചാൻസിൽ നമ്മളത് നന്നാവുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ എനിക്ക് നിൻ്റെ അടുത്ത് പറയാനുള്ളത്.